കുടിച്ചാലേ നമുക്ക് ആ ഒരു ഇത് ഇങ്ങോട്ട് വരുള്ളൂ. ആ ആ എന്തായാലും ഇന്നത്തെ ചേമ്പ് നല്ല സെറ്റാട്ടോ. വേറൊന്നും ചെയ്തില്ല, വേറൊന്നും ചെയ്യാനുള്ള സമയം കിട്ടിയില്ല. മഴയല്ലേ, അടുത്ത് വിറച്ച് ആകെ ഇടങ്ങാറായില്ല. അപ്പൊ എന്തായാലും കുഴപ്പമില്ല. അപ്പൊ പറഞ്ഞ പോലെ ഓക്കെ, ഗുഡ് നൈറ്റ്. പന്നിയാണോ പട്ടിയാണെന്നറിയില്ല. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ മഴ ഒരു രക്ഷയില്ല, നല്ല മഴ. എന്താ ചെയ്യുക, നമ്മൾ ടെൻ്റ് അടിക്കാൻ ഉദ്ദേശിക്കുന്ന ഇവിടെ തന്നെയാണ്. ഇവിടെ താഴെ തോടാണ്. പിന്നെ ഇവിടെ കുറച്ച് നിരന്ന സ്ഥലമുണ്ട്. ഈ മഴവെള്ളം വന്നിട്ട് കുറച്ച് മൺതിട്ടയായിട്ടേ അങ്ങനത്തെ ഒരു സ്ഥലമാണ്. നല്ല സ്ഥലമാണ്, വലിയ കുഴപ്പമൊന്നുമില്ല. ഞാനെന്തായാലും ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കട്ടെ, അല്ലെങ്കിൽ ആകെ നനഞ്ഞ് ആകെ കുളമാവും. ഇപ്പം തന്നെ ആകെ ഏകദേശം ഒരു 3/4 ഭാഗം നനഞ്ഞു. അതിന് ടെൻറ്റിനുള്ളൊരു പരിപാടി നോക്കട്ടെ കേട്ടോ.
നമ്മളൊരു വല കൊണ്ടുവന്നുണ്ട്. നമുക്ക് ഈ നമ്മളെ ടെൻറ്റ് അടിച്ചുണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ വലയൊന്ന് ആ തോട്ടിൽ ഇട്ട് വെച്ചേക്കാം. ചിലപ്പോൾ കിട്ടിയാലോ, ചിലപ്പോൾ ചെറിയ മീനിൻ്റെ കുട്ടികളൊക്കെ കിട്ടും. എന്തായാലും ഒന്ന് ഇട്ട് നോക്കാം കേട്ടോ. നമ്മളെന്തായാലേ നമ്മുടെ ടെൻറ്റ് സെറ്റ് ആക്കുന്നതിന് മുമ്പേ ഈ വല അങ്ങ് ഇട്ട് വെച്ചാലേ നമുക്ക് ടെൻറ്റ് സെറ്റ് ആയാൽ നല്ല മീൻകറിയും കുട്ടി കാട്ടിയിരിക്കാം. എന്തായാലും നോക്കട്ടെ കേട്ടോ, ഇത് ഇട്ട് നോക്കട്ടെ. സെറ്റ് ആവോന്ന് അറിയില്ല, എന്തായാലും ഇട്ട് നോക്കട്ടെ. ഇതൊക്കെ ആഴം ഉണ്ടോന്നല്ല പേടി ചെറുങ്ങാടി. കെട്ടിയാ നിക്കുമെന്ന് അറിയില്ല, ഞാൻ ഒരു പരുവത്തിനെ കെട്ടിയിരിക്കുന്നു. ടെന്റിന്റെ പണി സെറ്റാക്കട്ടെ, ആകെ നനഞ്ഞു. നമുക്കെന്തായാലും മീനൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്ക് നമ്മളെ ടെന്റിന്റെ പണി ഒന്ന് സെറ്റാക്കി എടുക്കാം, എന്നാലേ ഇപ്പോൾ പരിപാടി നടക്കുള്ളൂ. എന്തായാലും മഴ കുറഞ്ഞു. ഇതേ നമുക്ക് ടെന്റിന്റെ അകം ഒന്ന് നിരപ്പാക്കണം, മണ്ണ് അല്ലെങ്കിൽ കിടക്കാനൊന്നും പറ്റില്ലല്ലോ. എന്തായാലും ഇത് നിരപ്പാക്കി എടുത്താലേ നമുക്ക് കിടക്കാനുള്ള സെറ്റപ്പ് ആവുള്ളൂ. അപ്പോഴത്തേക്ക് മീനും കൂടെ റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഫ്രൈ ആക്കുകയും ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഷീറ്റ് ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കണേ. നമ്മുടെ മീന് വല ഭയങ്കര ഒഴുക്ക് കൂടിയെന്ന് തോന്നുന്നുണ്ട്. വല ഇങ്ങനെ വലിഞ്ഞു പോവാ. ചിലപ്പോഴേ കിട്ടുള്ളൂ കേട്ടോ, നോക്കാം നമുക്ക്. എന്തായാലും കിട്ടിയാൽ നമുക്ക് പുറത്തടിക്കാം. നമ്മുടെ സാധാരണ ടെന്റ് നോർമലി ടെന്റ് കൊണ്ടുവന്നുണ്ട്, പക്ഷെ അതിന്റെ ആവശ്യമില്ല ഇവിടെ. അതുണ്ടായിട്ടും കാര്യമില്ല. എന്തായാലും മഴ പെയ്യും. ഇപ്പൊ തന്നെ നല്ല മഴയായിരുന്നല്ലോ, ഇപ്പൊ മഴ കുറച്ച് കുറഞ്ഞു, പക്ഷെ ഇനി മഴ പെയ്യും.
എന്തായാലും നമ്മുടെ വല വല പോയോ? ഇതൊക്കെ കയറ് മാത്രമുള്ളല്ലോ. ആകെ നാശമായി പോരും. പാപ്പ കാണാതെ എടുത്തോണ്ട് വന്നാൽ ഒരു കഷ്ടം. വല കീറിപ്പോയിടൂ. അതെ, ഈ സൈഡിൽ നല്ല ഒഴുക്കുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നത് ഈ ഇലകൾ വന്ന് തങ്ങിയിട്ട് അതിന്റെ ഫോഴ്സ് കൊണ്ട് അങ്ങ് കീറിപ്പോയതാ. എന്ത് ചെയ്യാനാ? ഇപ്പൊ എന്തായാലും വല പോയി. ഇനിയിപ്പോ മീൻപിടുത്തം എന്തായാലും സെറ്റായി. ഇന്നാണെങ്കിൽ രാവിലെ മുതൽ ഇറങ്ങിയപ്പോ മുതൽ അങ്ങ് മഴയാണ്. കുഴപ്പമില്ല, നമ്മുടെ ടെന്റ് എന്തായാലും അടിപൊളി ആയിട്ടോ. നമുക്ക് നമ്മുടെ മറ്റേ ടെന്റ് ഉണ്ട്, അത് അടിക്കാൻ പറ്റില്ല എവിടെയൊന്നും. പക്ഷെ ഇത് മതി, ഇത് സെറ്റായി. പക്ഷെ ഇവിടെ വരെ വെള്ളം വരുന്നുണ്ട്. അതിനി നമ്മൾ കിടക്കാൻ നേരത്തെ വേറെ ചെറിയ താർപ്പായ ഉണ്ടല്ലോ, അതിങ്ങനെ ചെരിച്ചിട്ടാൽ ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ അതും അങ്ങ് സെറ്റാക്കാം. എന്തായാലും ഞാനിതിനകത്തൊക്കെ ഒന്ന് സെറ്റാക്കി ഒന്ന് റെഡി ആവണം. എന്നിട്ടൊന്ന് കുളിക്കണം. ദേഹത്തൊക്കെ ചെളിയും വെള്ളമായിട്ട് ആകെ നശകുശിയാണ്. മഴ ഒരു പ്രശ്നമാണ് അല്ലേ? ഇനി എന്തായാലും ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറിയാലേ ഇപ്പോൾ റെഡി ആവുള്ളൂ. അതിന് മുമ്പ് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി നമ്മുടെ ഇതിനകത്ത് സെറ്റാക്കട്ടെ കേട്ടോ. എന്തായാലും നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമ്മുടെ ടെന്റിനെ. നമ്മൾ സാധാരണ നമ്മുടെ മറ്റേ ടെന്റിനേക്കാൾ സ്പേസ് ഉണ്ട്. എന്തായാലും സംഭവം സെറ്റായി. ഞാനെന്തായാലും ഈ സാധനങ്ങളൊക്കെ നേരത്തെ ഒതുക്കി വെക്കട്ടെ കേട്ടോ. സംഭവമൊക്കെ സെറ്റായി. പക്ഷേ വെള്ളം തന്നെ നമുക്കൊരു കാര്യം ചെയ്താൽ എന്തായാലും കുളിക്കണം. അപ്പൊ ഇതങ്ങ് ഊരിയിട്ട് സെറ്റായി. തണുപ്പ് ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര തണുപ്പ്. എൻ്റെ പൊന്നു. എന്തായാലും നമ്മളെ കുളി ഒക്കെ സെറ്റായി. ഭയങ്കര തണുപ്പാ. നമുക്ക് ചേമ്പ് കിട്ടുമോ നോക്കണം. കുളിക്കുന്നതിന് മുമ്പേ ആയിരുന്നെങ്കിൽ ഈ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ടായിരുന്നു, അത് പറിച്ചു നോക്കരുത്. ഇനിയിപ്പോ വീണ്ടും അഴുക്കാക്കണം കയ്യിൽ. കുഴപ്പമില്ല, എന്തായാലും ചേമ്പ് കിട്ടിയാൽ നമുക്ക് ചേമ്പ് പുഴുങ്ങാം. ഇല്ലെങ്കിൽ ചോറും തക്കാളിക്കറിയും ഒക്കെ. ഇനിയും ദേഹത്ത് അഴുക്കാക്കണം, അതാണ് ഒരു പാട്. എന്തായാലും നോക്കട്ടെ. കുഴപ്പമില്ല, ചേമ്പുണ്ട് ട്ടാ. എന്നാലും കുഴപ്പമില്ല, കുറച്ച് ചേമ്പ് കിട്ടിയിട്ടാ. ഇവിടുന്ന് കഴുകിയാലേ ചിലപ്പോൾ ഞാൻ താഴെ പോവും.
ഇത് നമ്മുടെ ചേമ്പിട്ടാ, ഇത് കഴുകി വൃത്തിയാക്കട്ടെ. നല്ല മഴ മേളിലൊക്കെ പെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നല്ല കലങ്ങി വരുന്നുണ്ട് വെള്ളം. വെള്ളം കുറച്ച് കൂടുന്നുണ്ട്. രാത്രി വെള്ളം കൂടാതിരുന്നാൽ മതി. എന്തായാലും നമ്മുടെ ചേമ്പ് നല്ല സെറ്റായി. ഇനി ഇത് പുഴുങ്ങിയൊരടി. നമ്മളെന്തായാലും ചേമ്പൊക്കെ കഴുകിവിടെ വെച്ചു. നമുക്ക് കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചാലോ? നല്ല തണുപ്പുണ്ട്. ഇപ്പൊ മഴ കുറച്ച് കുറവുണ്ട്. എന്തായാലും കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിക്കട്ടെ കേട്ടോ. വേറെ ഒന്നുമല്ല, നല്ല തണുപ്പുണ്ട്, അതുകൊണ്ടാ. ഇനിയിപ്പോ വിചാരിക്കണ്ട ഇപ്പൊ കട്ടൻ കാപ്പി തുടങ്ങിയെന്ന് വിചാരിക്കണ്ട കേട്ടോ. കുറച്ച് കട്ടൻ കാപ്പി ഇട്ട് കുടിച്ചാൽ ഒരു ഉഷാർ കിട്ടും, അതുകൊണ്ടാട്ടോ. അല്ല, ഇപ്പൊ ചിലർ വിചാരിക്കണ്ട പോയി അവൻ തുടങ്ങി വീണ്ടും കട്ടൻ കാപ്പി, അങ്ങനെ വിചാരിക്കണ്ട. എന്താ വെച്ചാല് തണുപ്പാണ്, നല്ല തണുപ്പാ. ഒന്നാമത് ഉച്ച മുതൽ മഴ നനയല്ലേ. ഇപ്പൊ തന്നെ സമയം ഏകദേശം 5:45 ആയി. 6 മണിയായി. എത്ര മണിക്ക് വന്നാ അറിയോ? 1:45, 2 മണിക്ക് വന്നതാ. അപ്പൊ അത്രയും സമയം ആ മഴ മൊത്തവും നനഞ്ഞ്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ അത്ര മഴയില്ലായിരുന്നു, പിന്നെ അങ്ങോട്ട് എത്തും തോറും മഴയായി. അപ്പൊ എന്തായാലും കുറച്ച് കാപ്പി വെക്കട്ടെ കേട്ടോ. സാധാരണ നമ്മൾ കട്ടൻ കാപ്പി ഇട്ട് കുടിക്കുന്ന സമയം എപ്പോഴേ കഴിഞ്ഞു കേട്ടോ. ഇന്നിപ്പോ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഞാൻ കട്ടൻ കാപ്പി വെക്കണത്. വേറെ ഒരു നിവൃത്തിയില്ലാണ്ട് വെക്കുക, എന്താ വെച്ചാൽ ഭയങ്കര തണുപ്പ്, ഒരു സുഖല്ല. നമ്മളാ മഴ കുറേ നനഞ്ഞില്ലേ, അതൊക്കെ കൂടെ ആയപ്പോഴത്തേക്ക് ആകെ പരിപ്പ് ഇളകി. അയ്യോ, അപ്പൊ നമ്മുടെ കാപ്പി റെഡിയായി, അടിപൊളി. ഇനി നമുക്ക് കുറച്ച് കാപ്പി കുടിച്ചാലേ നമുക്ക് ആ ഒരു ഇത് ഇങ്ങോട്ട് വരുള്ളൂ. ആ ആ ഇടിക്കട്ടെ അല്ലേ. ഓ എന്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ഓ, എന്തായാലും പുറത്തിറങ്ങി കുടിക്കാം അല്ലേ. ഇപ്പൊ എന്തായാലും മഴയില്ല. എന്നിട്ട് നമ്മുടെ വല പോയ നോക്ക്, കീറി പറഞ്ഞു പോയി. നാശാക്കാതെ കൊണ്ടുവരാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കണക്കിന് ഒപ്പിച്ച് കൊടുത്തോണ്ട് വന്നാ വല വീട്ടിൽ നിന്നേ. നമ്മുടെ മീൻപിടുത്തം എന്തായാലും കൊളായിട്ടാ, അല്ലെങ്കിൽ സുഖമായിട്ട് മീനും പിടിച്ച് വറുത്ത് അടിച്ചുവിടെ ഇരിക്കായിരുന്നു ഇന്ന്. തീ കത്തിക്കണം എന്ന് വിചാരിച്ച് ഇരിക്കുകയായിരുന്നു, പക്ഷെ മഴയാറുന്നുണ്ട്, പറ്റില്ല. നമുക്ക് ഗ്യാസിനകത്ത് തന്നെ നമ്മുടെ ചേമ്പൊക്കെ അങ്ങ് റെഡിയാക്കിയാലോ, അല്ലെങ്കിൽ മഴ ആയി കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഭയങ്കര അലമ്പാവും. ഞാൻ കഴുകിയെല്ലാം സെറ്റാക്കി അടിപൊളിയാക്കി വെച്ചിട്ടാ, വേണ്ട നല്ല സെറ്റായിട്ടുണ്ട്, അടിപൊളി ചേമ്പ്. ചൊറിയില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താ വെച്ചാൽ ഞാനിതിന് മുമ്പേ ഈ തോട്ടിൽ പറിച്ച് കഴിച്ചിട്ടുണ്ട്, തോട്ടിൽ തോടിന്റെ സൈഡിൽ നിന്നൊക്കെ. ചൊറിയാൻ ചാൻസ് ഇല്ല. അപ്പൊ എന്തായാലും ഇത് കഴിച്ച് ചമ്മന്തി ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഇന്ന് രാത്രി. എന്തായാലും തീ കത്തിക്കാൻ പറ്റില്ല. അപ്പോ എൻ്റെ ഇടയിൽ നല്ല മഴക്കോളും ഉണ്ട്, ചിലപ്പോ നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. കാറ്റ് വരുന്നുണ്ട്, നല്ല കാറ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത് ഗ്യാസിൽ തന്നെ വെക്കാം. എന്തായാലും തീ കത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ഇന്നത്തെ ദിവസം അങ്ങനെയാണ്. കുഴപ്പമില്ല എന്തായാലും അല്ലേ. പക്ഷെ ഇത് ഗ്യാസിൽ വെച്ചിട്ട് എന്തോരം സമയം എടുക്കും അറിയില്ല. അത് പെട്ടെന്ന് വേവോന്ന് അറിയില്ലല്ലോ ഈ ചേമ്പേ. നല്ല ഇരുണ്ട് മൂടിയിട്ടോ, മൊത്തത്തില് നല്ല മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അതിനുമ്പോ ഒന്ന് ചേമ്പായി കഴിഞ്ഞാൽ അതിനുള്ളിൽ ചുരുണ്ടൂരി കയറായിരുന്നു. ചുരുണ്ടൂരി ഒരു മൂലക്ക് ഇരുന്നാ മതി, അല്ലെങ്കിൽ ഇറങ്ങിക്കാറിലൊന്നും നടക്കൂല.
ചേമ്പൊക്കെ ശരിക്കും അടുപ്പത്തന്നെ പറ്റുള്ളൂ, ഗ്യാസിൽ പറ്റില്ല. ഗ്യാസിൽ പറ്റും, നമ്മുടെ ഈ ഗ്യാസിൽ പറ്റില്ല. ഇത് എത്ര നേരെ വെച്ചിട്ട് വെള്ളം വറ്റി പോവാന്നല്ലാണ്ട് ആവണില്ല. ഉപ്പിട്ടതുമില്ല. ഉപ്പിടട്ടെ. ഇവിടെ കുറച്ച് തീ ഇടാം, അല്ലെങ്കിലേ എന്തായാലും രാത്രി കിടക്കാൻ നേരത്തൊരു തീ ഇടണല്ലോ. അപ്പൊ കെടുകയാണെങ്കിൽ കിടട്ടെ. ഇപ്പൊ കുറച്ച് മഴ കുറവുണ്ട്, കെടുകയാണെങ്കിൽ കിടട്ടെ. എന്തായാലും തേങ്ങയുടെ ചകരിയും അതും ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കത്തി പിടിക്കുകയാണെങ്കിൽ പിടിക്കട്ടെ അല്ലേ. എന്തോരം പെട്ട ബുദ്ധിന്നറിയാം. തീ എന്തായാലും സെറ്റ് ആവുന്നുണ്ട്, ഇനി കത്തിക്കോളും. നമ്മുടെ ചേമ്പ് ഏകദേശം ആയിട്ടോ. ഞാനിത് എടുക്കണേ, അല്ലെ ചുമ്മാ വെറുതെ ഗ്യാസ് ഇങ്ങനെ പോയി 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 വെള്ളം കൂറ്റിക്കളട്ടെ. അതാ സംഭവം നല്ല സെറ്റായിട്ടാ. ചേമ്പ് അടിപൊളിയായിട്ട് വെന്തിട്ടാ. അയ്വാ, എന്താ പൊട്ടുന്നൊക്കെ ഉണ്ടല്ലോ അടുപ്പില്. അടിപൊളി. ഇത് നല്ല ചേമ്പാ തോന്നുന്നുണ്ട് കേട്ടോ, തോടിന്റെ സൈഡിലായാലും. നല്ല സ്മൂത്ത്, നല്ല മാവ് പോലെ. നമുക്കെന്തായാലും അകത്ത് കയറി നമുക്ക് ചേമ്പൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കാം. എന്തായാലും സമയമായി, ഇരുട്ടി തുടങ്ങി. തീ ഇങ്ങനെ കത്തിക്കോട്ടെ, നമുക്കെന്തായാലും ചേമ്പ് കഴിക്കാം. ചേമ്പ് ഇപ്പൊ ഇങ്ങനെ ഇരുന്ന് തന്നെ കഴിക്കുന്ന തോന്നുന്നത്. നല്ല അടിപൊളി ചേമ്പാട്ടോ. ചമ്മന്തിയുടെ ഒന്നും ഒരാവശ്യമില്ല, നല്ല ടേസ്റ്റ്. നല്ല പേസ്റ്റ് പോലെ നല്ല അടിപൊളിയായിട്ട് വെന്ത് ചെയ്ത് നല്ല ടേസ്റ്റ്. ഇതിനകത്ത് കുറച്ച് കാപ്പി ഉണ്ട്, അതുകൂടി ഒന്ന് ചൂടാക്കിയിട്ട് ഇപ്പോഴേ ഒന്ന് ചൂടാക്കാല്ലേ. ചേമ്പിന് ചമ്മന്തിയുടെ ആവശ്യമില്ല കേട്ടാ. എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. പന്നി ഉണ്ടോ ഇവിടെ? ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു ഇവിടെ, ടോർച്ച് ലൈറ്റ്. എനിക്ക് സംശയം ഉണ്ട് കേട്ടോ, പന്നി ഉണ്ടെന്നൊരു സംശയം ഉണ്ട് ഇവിടെ. എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ടോ? പട്ടിയാണോ? ഇനി പട്ടിയായിരിക്കും അല്ലേ? അതുകൂടെ ഇനി പന്നിന്ന് ആലോചിച്ച് കഴിഞ്ഞപ്പോ അതൊരു ഇതാവണ്ട. പട്ടിയാണത്, പട്ടിയായിരിക്കും. ഇത്രയും ദിവസം ആയിട്ട് പന്നീന്റെയും പട്ടിയുടെയും പുലിയുടെയും ഒന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ.
എന്തായാലും ചെയ്യുമ്പോ തീർന്നുട്ടാ. വയറ് നിറഞ്ഞു, പക്ഷെ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ തിന്നാമായിരുന്നു. ഫുള്ള് കാര്യമായി. ഇനിയിപ്പോൾ ഞാനിതിനകത്ത് കയറിയിട്ട് ഈ ഷീറ്റ് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മറയ്ക്കണം, അല്ലെങ്കിൽ പണിയാവും. പണിയല്ല, മഴ വന്നാല് വേറെ പ്രശ്നമൊന്നുമില്ല. കാറ്റടിക്കും മേളിൽ കൂടെ, അത് നമ്മൾ നോക്കണ്ട. നോക്കിയാൽ പരിപാടി നടക്കൂല. ഞാൻ എന്തായാലും ലൈറ്റൊക്കെ എടുത്ത് നോക്കട്ടെ കേട്ടോ. നമുക്കെന്തായാലും ഇനി കയറി കിടക്കാം. എന്തായാലും ഞാൻ ഈ താർപ്പായ കൊണ്ടൊന്ന് മറക്കട്ടെ കേട്ടോ. നമ്മുടെ ലൈറ്റിന്റെ സ്റ്റാൻഡും അതും ഇതൊക്കെ വെച്ചിട്ട് എന്നാലിപ്പോൾ നടക്കുള്ളൂ. ഞാനെന്തായാലും ഈ കോട്ട് ഇടുക കേട്ടോ. കോട്ടിൽ ഇല്ലെങ്കിൽ എന്താ അറിയോ പ്രശ്നം? തണുപ്പ് ഇപ്പം ഇല്ല, കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. ലൈറ്റുകൾ ഓഫ് ആക്കണം. ഞാൻ എന്തായാലും വലിയ ലൈറ്റ് ഓഫ് ആക്കട്ടെ കേട്ടോ, അല്ലെങ്കിൽ എന്താ അറിയോ നിറച്ച് മറ്റേ ഈച്ച കയറും. അത് സൈഡിലോട്ട് എടുത്ത് വെക്കുകയും ചെയ്യാലോ കിടക്കാനേ. സംഭവം കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ല സ്പേസ് ഉണ്ട്. ഇപ്പം തണുക്കുന്നില്ല, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നല്ല തണുപ്പായിരിക്കും. അപ്പം എന്തായാലും ഞാൻ കിടക്കട്ടെ. ഇതിനെ എനിക്കൊരു പേടി, പന്നിയുടെ പ്രശ്നം ഉണ്ടാവും. കിടപ്പുറാവാൻ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് കാട്ടുന്നൊക്കെ. ആ ഓടയും മുളയൊക്കെ അല്ലേ, ആ സൈഡിൽ നിന്നൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പന്നിയാണോ പട്ടിയാണോന്ന് അറിയില്ല കേട്ടാ. കണ്ടാ, പട്ടിയായിരിക്കും അല്ലേ, നോക്കട്ടെ. ഇവിടുന്ന് കാണാനൊന്നും പറ്റില്ല, പക്ഷെ അത് പട്ടി ആയിരിക്കാനാ സാധ്യത. അപ്പൊ എന്തായാലും പറഞ്ഞ പോലെ ഗുഡ് നൈറ്റ്. അപ്പൊ രാവിലെ വീഡിയോ എടുക്കാം, രാവിലെ കാണാം. ഓക്കെ. പട്ടികളാണ്. എന്താണെന്നറിയില്ല, പന്നിയാണോ പട്ടിയാണോന്ന് അറിയില്ല. പുറപ്പുറം നമ്മുടെ കേട്ടോ. നമ്മുടെ ടെന്റിന്റെ ചുറ്റിനും കിടന്ന് ഓടുക. പിടിച്ചല്ലേ. എന്തായാലും പന്നിയാണോ പട്ടിയാണോ കേട്ടോ, സൗണ്ട് കേട്ടോ. കേട്ടോ സൗണ്ട് കേട്ടോ. എനിക്ക് ഉറക്കം പോയി. കുറച്ച് നാളുകൊണ്ട് ഇങ്ങനത്തെ ഒരു സംഭവമില്ല. എന്തായാലും ഉറക്കം പോയി. സമയം 10:15 എന്തായിരിക്കും ഇടങ്ങേറാക്കുന്ന പേടി. കേട്ടോ സൗണ്ട് കേട്ടോ. ഷോ ഷോ ഷോ.
എന്തായാലും ലൈറ്റ് അടിച്ചും ഉണ്ടാതെ കിടക്കല്ലേ. ഇത് നമ്മൾ മറച്ചതൊക്കെ ഇങ്ങനെയായിട്ടാ. ഇങ്ങനെ സൗണ്ട് കേൾക്കുമ്പോൾ പുറത്തിറങ്ങാനും പറ്റൂലേ. കുട്ടികളൊക്കെ കൂടി പാഞ്ഞു വന്നൊരു തള്ളും തള്ളിയിട്ട് പോയാലോ. ഓക്കെ, എന്തായാലും ഞാനിത് കിടത്തിയിട്ട് ഒന്നുകൂടി ലൈറ്റ് കിടത്തിയിട്ട് കിടക്കട്ടെ കേട്ടോ. ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. പിന്നെ എന്തായാലും ഇന്നലത്തെ ഉറക്കം നല്ല സെറ്റായി. മഴ പെയ്ത് പേടിച്ച് മരിച്ച് മനുഷ്യൻ. നമ്മുടെ വെള്ളത്തിന്റെ പാത്രമൊക്കെ കണ്ട ഫുള്ളും മണ്ണ് തെറിച്ചിട്ടേ. ഇതേ ചായപാത്രത്തിന്റെ കോലാണ്. നല്ല തണുപ്പുണ്ട് കേട്ടാ. നമ്മുടെ ടെന്റിന്റെ ഈ സൈഡിലെ മണ്ണൊക്കെ പോയിട്ടാ. ഇത് നോക്ക്, ഈ സൈഡിലിട്ട മണ്ണുകളൊക്കെ ഒലിച്ചു പോയി. എന്തായാലും കുറച്ച് ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ട് അങ്ങ് പോവാ അല്ലേ. രാത്രി മഴ പെയ്തപ്പോൾ ഞാൻ വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ നോക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ ഇതിങ്ങനെ തെറിക്കണോണ്ടേ പിന്നെ എല്ലാം സേഫ് ആയിട്ട് വെക്കുകയും ചെയ്തു. പിന്നെ ഇളക്കി എടുത്ത് മറിക്കണ്ടേ. പിന്നെ മിണ്ടോതെ കിടന്നു. തണുപ്പ് അത്ര വലിയ തണുപ്പുണ്ടായിരുന്നില്ല, എന്നാലും തണുപ്പുണ്ടായിരുന്നു. പിന്നെ ഈ മറ്റേ പന്നിയുടെ ശല്യം ഭയങ്കര ശല്യാട്ടാ. ഞാൻ വിചാരിച്ചു ഇതിന് ചുറ്റിനും കിടന്ന് ഓടുകയാണ്. ചുറ്റിനും അല്ലായിരുന്നു. ഈ മേളിൽ കൂടെയും ഈ സൈഡിലൊക്കെ വാഴ കൃഷിയൊക്കെ ഉണ്ടല്ലോ, ആ സൈഡിലൊക്കെ അതിൽ കൂടെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ എന്തായാലും ഈ പന്നി പട്ടി അങ്ങനെ ഒരു അനുഭവം ഇപ്പം അടുത്തൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ കുറേ നാളിന് ശേഷമാണ് ഇപ്പൊ ഇന്നലെ ഉണ്ടായത്. ഉണ്ടാവും. എന്താ കാര്യം എന്ന് വെച്ചാൽ ഇത് ഈ തോടിന്റെ സൈഡല്ലേ. ഈ തോടിന്റെ സൈഡ് ഈ ചേമ്പും അതും ഇതൊക്കെ കുത്തി തിന്നാനൊക്കെ വരും ഈ പന്നിയൊക്കെ. ഇന്നലെ പിന്നെ വന്നത് പന്നിയാണോ. അപ്പൊ നമ്മുടെ കാപ്പി റെഡി ആയിട്ടോ. അപ്പൊ ഇനി പരിപാടി ഇത് കുടിക്കുക. തൊണ്ടയൊക്കെ ഇതായി, ഇന്നലത്തെ മഴ ഫുള്ള് നനഞ്ഞില്ലേ. പിന്നെ നമ്മളിനി കാപ്പി കുടിച്ച് കഴിഞ്ഞിട്ട് നമ്മളങ്ങ് പോവാട്ടോ. പിന്നെ ഇതൊക്കെ ഒതുക്കി എടുത്തു വെക്കാൻ സമയം എടുക്കും, കുറേ സമയം എടുക്കും. 1.5 മണിക്കൂർ എടുക്കും. ഇത് കഴുകിയിട്ട് വേണം പോകാൻ, അല്ലെങ്കിൽ പിന്നെ മടക്കി വെക്കുമ്പോൾ ആകെ വൃത്തിയിടാവൂലേ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി നമ്മളെന്തായാലും കാപ്പിയും കുടിച്ചിട്ട് വിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ പറഞ്ഞ പോലെ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക, എല്ലാം ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ ഇനി അടുത്തത് ഏതെങ്കിലും ഒരു കാട്ടിൽ വെച്ചിട്ട് കാണാം. ഓക്കെ, അപ്പം ഞാനിതെല്ലാം ഒതുക്കിയിട്ട് വിടട്ടെ. എന്നാ വിടാൻ സമയം എടുക്കും. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഒതുക്കുന്നത് വീഡിയോ എടുക്കുന്നില്ല. എന്താ വെച്ചാൽ ക്യാമറ എല്ലാം കൂടി എടുത്തു വെച്ചിട്ട് ഞാനങ്ങ് പോവാ. അല്ലെങ്കിൽ എന്താ പറയുക, പിന്നെ ഇത് പൊടി മണ്ണ് കാരണേ ആകെ അടങ്ങാറാ. ഇത് ഒന്ന് പിടിച്ചിട്ട് ഇത് സാധനം പിടിച്ചിട്ട് പിന്നെ ക്യാമറയെ പിടിക്കാൻ പറ്റില്ല. ഒരു ഷോട്ട് എടുത്തിട്ട് അപ്പുറത്ത് കൊണ്ടുപോയി വെക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ കയ്യിലൊക്കെ മണ്ണായിരിക്കും. അപ്പൊ അങ്ങനെയൊക്കെ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ. ഓക്കെ.